ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ അവസാന ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25 മുതലുള്ള തിരുവചനം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25 മുതലുള്ള തിരുവചനം വായിച്ചേ. മത്തായി 6-ാം അധ്യായം 25 മുതൽ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ. അതായത് ഇതിന് തൊട്ട് മുമ്പുള്ള ഭാഗം പറയുന്നത്, ഇതിന് തൊട്ട് മുമ്പുള്ള ഭാഗത്ത് പറയുന്നത് 2 യജമാനന്മാരെ ഒരുമിച്ച് സേവിക്കാൻ പറ്റില്ല. ഏതൊക്കെയാണ് 2 യജമാനന്മാർ? ഒന്ന് ദൈവം, മാമോൻ. മാമോൻ എന്ന് പറഞ്ഞ പണം. പണം, സത്താനല്ല, പണം. അപ്പൊ ദൈവത്തെയും പണത്തെയും ഒരുപോലെ സേവിക്കാൻ സാധിക്കുകയില്ല. ദൈവത്തെയും ധനത്തെയും ഒരുപോലെ സേവിക്കാൻ സാധിക്കുകയില്ല. അപ്പോഴ് കർത്താവ് പറയുകയാണ്, അതുകൊണ്ട് ദൈവത്തെയും ധനത്തെയും ഒരുപോലെ സേവിക്കാനാവാത്തത് കൊണ്ട് ദൈവത്തെ മാത്രമേ സേവിക്കാവൂ. അപ്പൊ ദൈവത്തെ മാത്രം സേവിക്കുമ്പോൾ സ്വാഭാവികമായി ഉടനെ അടുത്ത പ്രശ്നം വരുന്നത്, ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ദൈവത്തെ മാത്രം ലക്ഷ്യം വെച്ച് ജീവിച്ചാൽ ഞങ്ങളുടെ അനുദിന കാര്യങ്ങൾ എങ്ങനെ നടക്കും? അപ്പൊ അതിന് കർത്താവ് ഉത്തരം പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. അപ്പൊ നമ്മുടെ ഉത്കണ്ഠ പ്രധാനമായും നമ്മുടെ അനുദിന ആവശ്യങ്ങളെ കരുതിയുള്ളതാണ്. സ്വർഗരാജ്യത്തെ പ്രതി ഉത്കണ്ഠപ്പെടുന്ന എത്ര പേര് ഇതിനകത്തുണ്ട് ഒന്നറിയാൻ വേണ്ടിയിട്ടാണ്. ദൈവമേ, ഞാൻ സ്വർഗത്തിൽ പോകുമെന്നോർത്ത് ഭാരമുള്ള, സത്യമേ പറയാം കേട്ടോ, സത്യമേ പറയാം, നുണ പള്ളി ഇരുന്ന് പറയരുത്. അത് ഏറ്റവും വലിയ ഉത്കണ്ഠ ആയിരിക്കണം. കള്ളം പറയരുത്. പള്ളിയിലിരുന്ന് കള്ളം മിണ്ടാതിരിക്കുന്നതിലും നല്ലത്, മിണ്ടാതിരിക്കുന്നതാണ് ഭേദം. കള്ളം പറയരുത്. ഏറ്റവും വലിയ ഉത്കണ്ഠ, ദൈവമേ ഞാൻ സ്വർഗത്തിൽ പോവോ, എനിക്ക് നിത്യത കിട്ടുമോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് കൈവെക്കുക. കയ്യാത്തിട്ടെ നോക്കി വെച്ചിട്ടുണ്ട് ഞാനേ. അതായത് നമ്മുടെ ഉത്കണ്ഠ സ്വർഗത്തിൽ പോവോ, അല്ലെ? സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ നിത്യത, ആത്മാവ് നിത്യതയിൽ എത്തുമോ, യേശുവിന്റെ അടുത്ത് ആത്മാവ് എത്തുമോ, ഇതാണ് ഭാരം. അപ്പോ നമ്മുടെ ഉത്കണ്ഠകളെല്ലാം ഈ ലോക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഉത്കണ്ഠ, ഭാരം, ആകുലതയെല്ലാം പ്രധാനമായും ഈ ലോകത്തിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെയാണ് കർത്താവിന്റെ മർമ്മപ്രധാനമായ ഒരു പ്രബോധനം. കർത്താവ് പറയുകയാണ്, എന്ത് ഭക്ഷിക്കും എന്ന് എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. അതായത് എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, അതായത് കഴിച്ചില്ലെങ്കിൽ, കുടിച്ചില്ലെങ്കിൽ മരിച്ചു പോവില്ലേ? അതാണ് ഇവിടുത്തെ ആർഗ്യുമെന്റ്. അയ്യോ, എന്ത് ഭക്ഷിക്കും, ഭക്ഷിക്കാതിരുന്നാൽ ജീവൻ പോവില്ലേ? മനസ്സിലായോ? എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെ കുറിച്ചോ. പിടികിട്ടിയോ? അതായത് ഭക്ഷിച്ചില്ലെങ്കിൽ, പാനം ചെയ്തില്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുമോ എന്നതാണ്. എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെ കുറിച്ചോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെ കുറിച്ചോ. അയ്യോ, എന്ത് ധരിക്കും? ധരിക്കും എന്ന് പറയുമ്പോ വസ്ത്രം ധരിക്കുക മാത്രമല്ല, അതിനകത്ത് വീട്, പാർപ്പിടം, എഡ്യൂക്കേഷൻ, ആശുപത്രി എല്ലാം വരും. അപ്പൊ ഇതെല്ലാം ശരീരത്തെ സംബന്ധിക്കുന്ന ആവശ്യങ്ങൾ. എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെ കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെ കുറിച്ചോ ആകുലരാകേണ്ട. ഈശോ പറയണം. ഈശോയുടെ ആർഗ്യുമെന്റ് എന്താണ്? ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ. എനിക്ക് ഒത്തിരി കാലം ഇത് പിടികിട്ടിയിരുന്നില്ല. എന്താ ഈ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു തരണം. അതായത് എനിക്കിത് ഞാൻ ഒത്തിരി തവണ വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അത് എന്താ ഈ കർത്താവ് എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് പിടികിട്ടിട്ടില്ല. ഇപ്പൊ ചെറുതായിട്ട് മനസ്സിലായി വരുന്നുണ്ട്, പറഞ്ഞുതരാം. അതായത് ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും പ്രധാനപ്പെട്ടതല്ലേ. എന്താ കർത്താവ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ? അതായത് ഭക്ഷണം മാത്രമാണോ ജീവനെ നിലനിർത്തുന്നത്? ആണോ?
അതായത് ഇഷ്ടംപോലെ ഭക്ഷണം കഴിച്ചിട്ട് ആളുകൾ പെട്ടെന്ന് മരിച്ചു പോകുന്നില്ലേ? നല്ല ഭക്ഷണം കഴിച്ചിരുന്നവർ പെട്ടെന്ന് മരിച്ചു പോകുന്നില്ലേ? ശരിക്കും ആദിവാസി കോളനികളിലൊക്കെ ശരിക്കും ഭക്ഷണം കഴിക്കാൻ പട്ടിണി അനുഭവിച്ച് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത എത്രയോ ആളുകൾ 100-110 വയസ്സ് വരെ ജീവിക്കുന്നു. കർത്താവ് പറയാണ്, ഭക്ഷണം മാത്രമാണോ ജീവനെ നിലനിർത്തുന്നത്? നിങ്ങൾ ഇങ്ങനെ ആകുലപ്പെടാൻ നിങ്ങൾ എന്നാ വിചാരിച്ചു? നിങ്ങൾ ആഹാരം കഴിച്ചുകൊണ്ടാണോ ജീവിച്ചിരിക്കുന്നത്? നിങ്ങൾ ഈ ആഹാരം കഴിച്ചതിന്റെ ഫലമായിട്ടാണോ മക്കളെ ജീവിച്ചിരിക്കുന്നത്? കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ തിന്നിട്ടാണോ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്? നമ്മൾ പറയും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ്. സത്യത്തിൽ അതല്ല. അതെങ്ങനെ മനസ്സിലാവുന്നതെന്നറിയാമോ? കത്തോലിക്ക സഭയില് അനേകം വിശുദ്ധര് ആഹാരം കഴിക്കാതെ വർഷങ്ങൾ ജീവിച്ചിട്ടുണ്ട്. അതാണ് അതിന്റെ പ്രൂഫ്. ആഹാരം കഴിക്കാതെ വർഷങ്ങൾ ജീവിച്ച ആളുകളുണ്ട്. ഉദാഹരണത്തിന് ഏറ്റവും അടുത്ത് 1915 മരിച്ച ആളാണ് അലക്സാണ്ട്രീന ഡക്കോസ്റ്റ. 1915 മരിച്ച ആളാണ്. പോർച്ചുഗലിൽ നിന്നുള്ള ഒരു സ്ത്രീയാണ്, ഒരു പെൺകുട്ടിയാണ്. ആ സഹോദരി ജീവിതത്തിന്റെ അവസാന കാലത്ത് 30 കൊല്ലം വിശുദ്ധ കുർബാന മാത്രമേ ഭക്ഷിച്ചിട്ടുള്ളൂ. ആഹാരം കഴിച്ചിട്ടില്ല. മെഡിക്കൽ സയൻസ് ക്യാമറ വെച്ച് ഒബ്സർവ് ചെയ്ത് ശരിവെച്ച കാര്യമാണ്. ഒന്നും കഴിച്ചിട്ടില്ല. ജോസഫ് കുപ്പർത്തീനോ ജീവിതത്തിന്റെ അവസാനത്തെ 5 കൊല്ലം വിശുദ്ധ കുർബാന മാത്രമേ ഭക്ഷിച്ചിട്ടുള്ളൂ. സിയന്നായിലെ വിശുദ്ധ കാതറീൻ ജീവിതത്തിന്റെ അവസാന കാലങ്ങളിൽ വിശുദ്ധ കുർബാന മാത്രമേ ഭക്ഷിച്ചിട്ടുള്ളൂ. നിക്കോളാസ് ഓഫ് ഫ്ലൂലി, ബ്രദർ ക്ലാവൂസ് ജീവിതത്തിന്റെ അവസാനത്തെ 10 വർഷം വിശുദ്ധ കുർബാന മാത്രമേ ഭക്ഷിച്ചിട്ടുള്ളൂ. ഇങ്ങനെ അനേകരുണ്ട്. അപ്പോൾ കർത്താവ് പറയാണ്, ആഹാരമാണോ നിന്റെ ജീവനെ നിലനിർത്തുന്നത് എന്ന് വെച്ചാൽ ആഹാരം കഴിക്കണ്ടെന്നല്ല. പക്ഷെ ആഹാരത്തെക്കാൾ പ്രധാനമാണ് ദൈവമാണ് ജീവൻ നിലനിർത്തുന്നത്. ഈശോയുടെ ആർഗ്യുമെന്റ് അതാണ്. ദൈവമാണ് ജീവൻ നിലനിർത്തുന്നത്. ഇനി ആഹാരം തന്നെ അത് ദൈവം പ്രൊവൈഡ് ചെയ്യും, ദൈവം തരുവത്. അതുപോലെ തന്നെ പറയുകയാണ്, വസ്ത്രത്തെക്കാൾ ശരീരം ശ്രേഷ്ഠമല്ലേ? അതായത് നമ്മുടെ ശരീരത്തിന്റെ, നമ്മൾ എന്നാ വിചാരിക്കുന്നത്, നമ്മൾ ഈ തുണി എടുത്തോണ്ടാണോ നമ്മൾ ജീവിച്ചിരിക്കുന്നത്? അല്ല. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ തന്നെ എന്തോരം വലിയ അത്ഭുതമാണ് മനുഷ്യന്റെ ശരീരം. 3000 കോടി നെർവ് സെൽസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. 3000 കോടി ഞരമ്പ് കോശങ്ങൾ നമുക്കുണ്ട്. 3000 കോടി 30 ബില്യൺ നമ്മുടെ ശരീരത്തിലുണ്ട്. മനുഷ്യന്റെ ഹൃദയം ഒരു വർഷം 4 കോടി തവണയാണ് ഇടിച്ചോണ്ടിരിക്കുന്നത്. വല്ലതും അറിയുന്നുണ്ടോ? ചങ്കിങ്ങനെ ഇടിച്ചോണ്ടിരിക്കുന്നത്. ചിലരുടെ 10 കോടി തവണയാണ്. അത് ഭയങ്കര ഇടി കൂടുതലാണ് അവർക്ക്. 4 കോടി തവണ മനുഷ്യ ശരീരം ഇടിച്ചു, മനുഷ്യന്റെ ഹൃദയം. അതായത് ഇന്നലെ വെള്ളിയാഴ്ച നമ്മുടെ ഹൃദയം ഏതാണ്ട് 4 ലക്ഷം തവണ ഇടിക്കുകയും നെറുക മുതൽ ഉപ്പൂറ്റി വരെ 1 ലക്ഷം കിലോമീറ്റർ നീളമുള്ള രക്തധമനികളിലൂടെ രക്തം പമ്പ് ചെയ്യുകയും ചെയ്തു. നിങ്ങൾ വല്ലതും അറിഞ്ഞോ? നിങ്ങൾ അറിഞ്ഞായിരുന്നോ? നമ്മുടെ ഹൃദയം ഇന്നലെ വെള്ളിയാഴ്ച ദിവസം 24 മണിക്കൂറിനുള്ളിൽ 4 ലക്ഷം തവണ ഇടിക്കുകയും 1 ലക്ഷം കിലോമീറ്റർ നീളമുള്ള രക്തധമനികളിലൂടെ, നമ്മുടെ ഇതെല്ലാം കൂടെ വലിച്ചു നീട്ടിയ 1 ലക്ഷം കിലോമീറ്റർ നീളമുണ്ടെന്ന്, ആ നീളമുള്ള രക്തധമനികളിലൂടെ രക്തം പമ്പ് ചെയ്യുകയും ചെയ്തു. വല്ലതും അറിഞ്ഞോ നിങ്ങൾ? ഇത്ര നീളം ഉണ്ടെന്ന് തന്നെ ഇപ്പോഴാണ് അറിയുന്നത്. കർത്താവ് പറയാണ്, 12 കോടി കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് നമ്മുടെ കണ്ണിനകത്ത് റെറ്റിന. നിങ്ങൾ അറിഞ്ഞോ? അപ്പോ കർത്താവ് പറയാണ്, ഈ ശരീരം ഉണ്ടാക്കി എനിക്ക് നിന്നെ തുണി ഉടുപ്പിക്കാൻ അറിഞ്ഞൂടെ? അതാണ് ആർഗ്യുമെന്റ്. പിടികിട്ടിയോ? അതായത് നിന്റെ ജീവൻ നീ ചെയ്ത ഒന്നും കൊണ്ടല്ല നിലനിൽക്കുന്നത്. ശരീരത്തിലെ ഞരമ്പുകളുടെ മൊത്തം നീളം, ശരീരത്തിലെ ഞരമ്പുകളെല്ലാം കൂടെ കൂട്ടിക്കെട്ടി വലിച്ചു നീട്ടിയാൽ 60,000 മൈലാണ് അതിന്റെ നീളം. എന്ന് പറഞ്ഞാൽ ഭൂമിയെ 2-ൽ കൂടുതൽ തവണ ചുറ്റി വരാനുള്ള ദൂരമുണ്ട് മനുഷ്യന്റെ ശരീരത്തിലെ ഞരമ്പുകളെല്ലാം കൂടെ വലിച്ചു നീട്ടിയാൽ. മനസ്സിലാവുന്നുണ്ടോ? ഭൂമിയെ 2 തവണ ചുറ്റി വരുന്നതിനേക്കാൾ നീളമുണ്ടെന്ന്, 60,000 മൈലുണ്ടെന്ന് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഞരമ്പൂടെ കൂട്ടിക്കെട്ടി വലിച്ചു നീട്ടിയാൽ. യോ കർത്താവ് പറയാണ്, അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഞാൻ നിർമ്മിച്ച ഈ ശരീരം തന്ന് എനിക്ക് നിനക്ക് ഒരു നേരത്തെ ഭക്ഷണം തരാനാണോ നിവൃത്തിയില്ലാത്തത്? അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അതായത് ദൈവത്തിന് എന്നെ പരിപാലിക്കാൻ പറ്റും.
കർത്താവ് എന്നെ പരിപാലിക്കും, ദൈവം എന്നെ പരിപാലിക്കും. ഈ ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പറയാൻ ആഗ്രഹിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, വായിക്കേ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. ഈ ഭാഗത്ത് 3 തവണ കർത്താവ് പറയുന്നുണ്ട് ആകുലരാകേണ്ട. ഒന്നാമത്തേത് 25-ാം വാക്യത്തിൽ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. രണ്ടാമതായി 31-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നിങ്ങൾ ആകുലരാകേണ്ട. മൂന്നാമതായിട്ട് 34-ാം വാക്യത്തിൽ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നിങ്ങൾ ആകുലരായിട്ടാണ്, ഞങ്ങള് ടെൻഷൻ അടിച്ചിട്ടാണ് കാര്യങ്ങൾ നടന്നത് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നമ്മൾ ഉത്കണ്ഠപ്പെട്ടതുകൊണ്ട് ഈശോ പറയാണ്, ഉത്കണ്ഠ മൂലം ആയുസിന്റെ നീളം 1 മുഴം കൂടി നീട്ടാൻ പറ്റുമോ? ഉത്കണ്ഠ മൂലം ആയുസിന്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങൾക്ക് പറ്റുമോ? ദൈവം ചോദിക്കുകയാണ്. ഉത്കണ്ഠപ്പെട്ടത് കൊണ്ട് ആയുസ് കൂട്ടാൻ പറ്റുമോ? ഉത്കണ്ഠപ്പെട്ടത് കൊണ്ട് ആയുസ് കൂടുവോ കുറയുവോ? എന്ത് തോന്നുന്നു? ഉത്കണ്ഠപ്പെട്ടാൽ ആയുസ് കൂടുമോ കുറയുമോ? കുറയും. അപ്പോൾ കർത്താവ് പറയാണ്, നിങ്ങൾ ആകുലപ്പെടരുത്. നിങ്ങൾ ആദ്യം ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും അന്വേഷിക്കുക, അവയോടൊപ്പം ബാക്കിയുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, കൂടുതൽ വിശദീകരിക്കേണ്ട, നമ്മൾ ഒത്തിരി തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള വിഷയമാണിത്. ദൈവത്തെ തേടുക, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുക, ദൈവകാര്യത്തിന് പ്രാധാന്യം കൊടുക്കുക, ബാക്കി ദൈവം തന്നിരിക്കും. ദൈവത്തിന്റെ കാര്യത്തിൽ ഒന്നാമത് ശ്രദ്ധ വെക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഏറ്റെടുക്കേണ്ട, അനുഗ്രഹിക്കേണ്ട ബാധ്യത ദൈവത്തിൻ്റെതാണ്. ഇത് വിശ്വസിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര്, കൂടുതൽ വിശദീകരിക്കുന്നില്ല, ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട് ഇത്. അതായത് കർത്താവിൽ നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. ദൈവം നടത്തിക്കോളും. ദൈവമാണ് ഇത്രയും കാലം നടത്തിയത്, ദൈവമാണ് ഇത്രയും കാലം താങ്ങിയത്, കർത്താവാണ് ഈ കാലം അത്രയും സംരക്ഷിച്ചത്. അപ്പൊ ദൈവം നടത്തിക്കോളും. അതുകൊണ്ട് ആകുലരാകരുത്. ടെൻഷനുള്ള എല്ലാ മക്കളും ഇത് വിശ്വസിക്കണം, ഏറ്റുപറയണം. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് വയലിലെ പുല്ലിനെ, ലില്ലികളെ, ആകാശത്തിലെ പറവകളെ തീറ്റിപ്പോറ്റുന്ന എൻ്റെ കർത്താവ് എന്നെ കാത്തോളും. എത്ര മനോഹരമായിട്ടാണ്. ഞാൻ ഒരിക്കല് ഈ നിലമ്പൂര് ഒരു കൺവെൻഷൻ നടത്തുകയാണ്. അപ്പോൾ അവിടെ ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ വന്നു. അവര് സഹീവൻ ധ്യാനകേന്ദ്രത്തിലെ കന്നഡ സെക്ഷനിലെ കൗൺസിലിംഗ് കൊടുക്കുന്ന ചേട്ടനും ഭാര്യയുമാണ്. അപ്പൊ അവര് സംസാരിക്കാൻ വന്നതാണ്. അപ്പൊ ഈ സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭാര്യയും അവർ വന്നിട്ട് എൻ്റെ അടുത്ത് അനേക കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ മനുഷ്യൻ ഭയങ്കര മദ്യപാനിയായിരുന്നു. അങ്ങനെ മദ്യപാനത്തിന്റെ അനന്തരഫലമായി ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എല്ലാം നശിച്ചു. അങ്ങനെ കർണാടകത്തിലേക്ക് ഇവര് വിറ്റുപോയി. അങ്ങനെ കന്നഡയൊക്കെ പഠിച്ചേ. അവിടെ ചെന്നു, അവിടെയും ജീവിതം ശരിയായില്ല. മദ്യപാനം ഉള്ളത് കൊണ്ട് അവിടെ ചെന്നിട്ടും ജീവിതം നശിച്ചു. ഒടുവിൽ അവിടുന്ന് എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ച് നാട്ടിലെത്തി. അങ്ങനെ ഒരു ചെറിയ ഒരു വിദൂരമായൊരു സ്ഥലത്ത്, വലിയ സൗകര്യമൊന്നും ഇല്ലാതെ ഒരു കൊച്ചു വീട്ടില് ഇവരിങ്ങനെ താമസിക്കുകയാണ്. അപ്പൊ ഈ മനുഷ്യന് വെൽഡിംഗ് വർക്ക്ഷോപ്പിലാണ് ജോലി. അപ്പൊ തിരിച്ചു വന്ന് ഏതാനും നാളുകൾ കഴിയുമ്പോൾ ഇദ്ദേഹം മാനസാന്തരപ്പെട്ടു. മദ്യപാനം മാറി. മദ്യപാനം മാറിയത് ധ്യാനകേന്ദ്രങ്ങളിൽ പോയിട്ടല്ല. ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭാര്യ അടുത്തിരിപ്പുണ്ട്. അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയാണ്, വെച്ചാൽ എൻ്റെ മദ്യപാനം മാറ്റിയത് നിങ്ങൾ ധ്യാനഗുരുക്കന്മാരല്ല, പിന്നെ ആരാ? എൻ്റെ ഭാര്യയാണ്. അതെങ്ങനെയാ? ഈ മനുഷ്യൻ ഓരോ രാത്രിയിലും ലക്ക് കെട്ട് വേച്ച് വന്ന് കയറുമ്പോ കുളിക്കാൻ വെള്ളം ചൂടാക്കി കൊടുത്ത്, ആഹാരം എടുത്തു കൊടുത്ത്, പരിചരിച്ച് സുബോധമില്ലാതെ ഈ മനുഷ്യൻ വീണ് കിടന്ന് രാത്രിയിൽ ഉറങ്ങുമ്പോ ഇയാൾ എൻ്റെ അടുത്ത് പറയാണ്, ഈ സഹോദരൻ പറയാണ്, അച്ചോ, രാത്രി 3 മണിക്കും 4 മണിക്കൊക്കെ വെളിവ് വീണ് കിട്ടുമ്പോ ഞാൻ ഞെട്ടി എഴുന്നേക്കുമ്പോ എൻ്റെ കാൽപാദങ്ങളിൽ കണ്ണീര് വീണ് നനഞ്ഞ പാട്, കണ്ണീര്. എൻ്റെ കാലയിൽ ആരാ കെട്ടിപ്പിടിച്ചിരിക്കുന്നേ? നോക്കുമ്പോ ഒരു ജപമാല കയ്യിൽ ഇങ്ങനെ ചുരുട്ടി പിടിച്ച്
എൻ്റെ കാലെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ജപമാല ചൊല്ലുന്ന ഭാര്യ. അയാൾ പറയാണ്, എല്ലാ രാത്രിയിലും ഇത് ആവർത്തിക്കപ്പെട്ടു. മൂക്കറ്റം മദ്യപിച്ച് സ്വബോധമില്ലാതെ ഇടറുന്ന പാദങ്ങളോടെ വീട്ടിൽ വന്ന് കയറുന്ന ഭർത്താവിനെ പരിഭവവും പരാതിയും വാക്കിന്റെ മുനയും ഭീഷണിയും ആത്മഹത്യാ ശ്രമവും ഒക്കെ നടത്തി ഉപദ്രവിക്കുന്നതിന് പകരം ഈ ഭാര്യ ചെയ്തത് ജപമാല കയ്യിൽ ചുരുട്ടി വെച്ച് ഈ മനുഷ്യന്റെ കാൽപാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അയാൾ മാനസാന്തരപ്പെട്ടു എന്ന് മാത്രമല്ല, സുവിശേഷ ജോലിക്കാരനായി, സുവിശേഷ വേലക്കാരനായി. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ വെൽഡിംഗ് വർക്ക്ഷോപ്പിലാണ് ജോലിക്ക് പോകുന്നത്. ജോലിയില്ല. അപ്പൊ ഇയാൾ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് ഇദ്ദേഹത്തിന് ജോലി കൊടുക്കാൻ ആ വർക്ക്ഷോപ്പിൽ ആവശ്യത്തിന് ജോലിയില്ല. പല ദിവസങ്ങളിലും കാശ് കിട്ടില്ല. അങ്ങനെ തിരിച്ചു വരും. പട്ടിണിയുള്ള സമയത്ത്, അരി തീരുന്ന സമയത്ത് നാട്ടുമ്പുറത്തൊക്കെയുള്ള അമ്മമാര് അടുത്ത വീട്ടിൽ നിന്നൊക്കെ, പരിചയമുള്ള വീട്ടിൽ നിന്നൊക്കെ കടം വാങ്ങിക്കും. അങ്ങനെ ഈ സഹോദരി കടം വാങ്ങിച്ചുമൊക്കെ ഇങ്ങനെ തള്ളിപ്പോവാണ്. അങ്ങനെ ഒരു ദിവസം ഇവർ ആഹാരം വെക്കാൻ വേണ്ടി അരിയെടുത്ത് നോക്കുമ്പോ ഈ സഹോദരി, അദ്ദേഹത്തിന്റെ ഭാര്യ മിനി എന്നാണ് അവളുടെ പേര്, മിനി ഈ അരിയെടുത്ത് അരിപാത്രത്തിൽ നോക്കുമ്പോൾ ഒരു നേരത്തേക്കുള്ള അരിയേ ഉള്ളൂ. ദൈവമേ, ഇനിയിപ്പോ അടുത്ത വീട്ടിൽ പോയി തണ്ടണമല്ലോ എന്ന് ഓർത്തു. അപ്പൊ ഈ അരി എടുത്ത് ഇട്ടു, അരി കഴുകി അടുപ്പത്തിട്ടു. അങ്ങനെ അരി കഴുകാനായിട്ട് ഇടുമ്പോ ഇവർക്ക് ഇങ്ങനെ ഒരു വിഷമം വന്നു. ദൈവമേ, ഈ കല ഒഴിഞ്ഞല്ലോ. അങ്ങനെ കല ഒഴിഞ്ഞ് കിടക്കണ്ടെന്ന് ഓർത്ത് ഒരു നുള്ള അരി എടുത്ത് അങ്ങ് തിരിച്ചിട്ടു. എന്നിട്ട് ഇവര് കഞ്ഞി വെച്ചു. ഈ മിനി ഒരു ചെറിയ ജോലിക്ക് പോകുന്നുണ്ട്. ആ ജോലിക്ക് പോയി ഉച്ച കഴിഞ്ഞ് വൈകുന്നേരത്തേനുള്ള ഭക്ഷണം ഇവളുടെ അമ്മ ആ വീട്ടിലുണ്ട്, അമ്മയാ വെക്കുന്നത്. അമ്മ വന്ന് ഈ അരിപ്പാത്രത്തിൽ നോക്കുമ്പോൾ ഒരു നേരത്തേക്കുള്ള അരിയുണ്ട്. മിനി കടം വാങ്ങിച്ചാന്ന് വിചാരിച്ചു. മുഴുവൻ ഇടണ്ടല്ലോ എന്നോർത്ത് ഒരു നുള്ള അരി എടുത്ത് തിരിച്ചിട്ടു. പിറ്റേ ദിവസം രാവിലെ മിനി അരി വെക്കാനായിട്ട് കഞ്ഞി വെക്കാൻ നോക്കുമ്പോൾ ഒരു നേരത്തേക്കുള്ള അരിയുണ്ട്. അമ്മ കടം വാങ്ങിച്ചാന്ന് കരുതി അതെടുത്ത് ഇട്ടു. ഒരു നുള്ള അരി എടുത്ത് തിരിച്ചിട്ടു. കല ഒഴിഞ്ഞിരിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടു. അതൊക്കെ പെണ്ണുങ്ങളുടെ ലോജിക്കാണ്, കല ഒഴിഞ്ഞിരിക്കാതൊക്കെ. അപ്പൊ അങ്ങനെ ഈ ഒരു നുള്ള അരി എടുത്ത് തിരിച്ചിട്ടു. ഇങ്ങനെ 6 ദിവസം പോയി. അത് കഴിയുമ്പോൾ 7ാമത്തെ ദിവസം ഈ ചേട്ടൻ ഡെന്നിസ് 10 കിലോ അരിയും വാങ്ങിച്ചോണ്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് എവിടുന്നാന്ന് വാങ്ങിച്ചതെന്ന് വെച്ചാൽ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ മിനി പറഞ്ഞു, അമ്മയാ വാങ്ങിച്ചതെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, മിനിയാ വാങ്ങിച്ചതെന്ന് പറഞ്ഞു. അമ്മയല്ലേ വാങ്ങിച്ചത്, മിനി നീയല്ലേടി വാങ്ങിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവര് വാവിട്ട് കരഞ്ഞിട്ടാ ഇത് പറയുന്നേ. അവര് പറയുന്നത്, ആരും കടമൊന്നും വാങ്ങിച്ചിട്ടില്ല, പക്ഷേ സമയത്ത് കഞ്ഞി വെക്കാൻ കലത്തിൽ ഒരു നേരത്തേക്കുള്ള അരിയുണ്ട്. 34-ാം സങ്കീർത്തനം 10-ാം വാക്യം, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവന് ഒന്നിൻ്റെയും കുറവുണ്ടാവില്ല. ഇത് വിശ്വസിച്ചോണം. കർത്താവിനെ അന്വേഷിച്ചിട്ട് ആരെയും അവൻ നാണം കെടുത്തിയിട്ടില്ല. ഇത് വിശ്വസിച്ചോണം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവത്തെ അന്വേഷിച്ചിട്ട് ആരും ഇതുവരെ നാണം കെട്ടിട്ടില്ല, ഭഗ്നാശരായിട്ടില്ല. പ്രഭാഷകന്റെ പുസ്തകം പറയുന്നു, ദൈവത്തെ അന്വേഷിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്. അതുകൊണ്ട് ഇത് വിശ്വസിച്ചോണം. നാളെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടേണ്ട, ദൈവം ആകുലപ്പെട്ടോളൂ. നമ്മൾ മര്യാദയ്ക്ക് അങ്ങ് ഇരുന്നാൽ മതി. മര്യാദയ്ക്ക് ഇരുന്ന് ഇപ്പൊ ചെയ്യുന്ന പോലെ അങ്ങ് ഉറങ്ങിയാൽ മതി. എന്തോ ഒരു സമാധാനം കിട്ടിയിട്ടായി ഉറങ്ങുന്നേ. ഉറക്കെ പറ ഹല്ലേലൂയാ. ഉറങ്ങുന്ന ചേച്ചിയുടെ വീട് റെയിൽവേ സ്റ്റേഷൻ അടുത്തായിരിക്കും അല്ലേ? ഇത്രയും ബഹളത്തിനിടയിൽ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, കർത്താവിന്റെ ഒരു സ്റ്റൈൽ ഇങ്ങനെയാണ്. എന്തെന്നറിയാമോ? അതിനു മുമ്പ് ഈ നാളെയെ കുറിച്ച് ആകുലപ്പെട്ടാൽ എന്താ കുഴപ്പം? ഒരു കുഞ്ഞു കാര്യം കൂടെ. നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്നിട്ട് ഇവിടെ ഇരിക്കുകയാണ്, ധ്യാനകേന്ദ്രത്തിൽ ഇരുന്ന് ചേട്ടാ നാളെയെ കുറിച്ച് ആകുലപ്പെടുകയാണ്. നാളെ ഏത് ഞായറാഴ്ച ദിവസം അല്ലേ? ഞായറാഴ്ച ദിവസത്തെ കുറിച്ച് അങ്ങ് ആകുലപ്പെടുകയാണ്. എന്താ പ്രോബ്ലം എന്നറിയാമോ? നിനക്ക് സാറ്റർഡേ മിസ്സായി അല്ലേ? നിന്റെ ലൈഫിൽ ഒരു സാറ്റർഡേ പോയി. നീ സൺഡേയെ കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നീ സൺഡേ വരുമ്പോഴോ മൺഡേയെ കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിന്റെ സൺഡേ പോയി. മൺഡേ വന്നാലോ? മൺഡേ വന്നതല്ല, തിങ്കളാഴ്ച.
തിങ്കളാഴ്ച എന്താണ് ആകുലപ്പെടുന്നത്? ചൊവ്വാഴ്ചത്തെ കുറിച്ച് ആകുലപ്പെടുകയാണ്. നിന്റെ തിങ്കളാഴ്ച പോയി. ചൊവ്വാഴ്ചയോ? ബുധനാഴ്ചയെ കുറിച്ച് ആകുലപ്പെടണ്ടേ? ബുധനാഴ്ച പോയി. ബുധനാഴ്ചയോ? വ്യാഴാഴ്ചയെ കുറിച്ച് പിന്നെ ആരാകുലപ്പെടും? ബുധനാഴ്ച പോയി, വ്യാഴാഴ്ച പോയി. ചുരുക്കം പറഞ്ഞ നിന്റെ ജീവിതം മുഴുവൻ പോയി. അതാണ് അതിന്റെ ന്യായം. മനസ്സിലായോ? അതായത് നമ്മളിങ്ങനെ ആകുലപ്പെട്ടുകൊണ്ടിരിക്കും, ജീവിതം തീർന്നു. ആകുലപ്പെട്ട് അതേസമയം യാതൊരു ആകുലതയില്ല. ഇത് പറയുമ്പോ ഇതിന് വേറൊരു പ്രശ്നമുണ്ട്. എന്തെന്നറിയാമോ? ചില ആളുകൾ ഇതങ്ങ് ആത്മാർത്ഥമായിട്ട് സ്വീകരിച്ചിട്ട് പിന്നെ യാതൊരു പണിയും ചെയ്യാതെ കർത്താവിന്റെ പക്ഷത്തെങ്കിൽ എന്ന് പറഞ്ഞങ്ങ് നടക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് അതാണ്. അതായത് എന്താ പറയാ, യാതൊരു പണിയും ചെയ്യാതെ കർത്താവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് നടക്കുന്ന, അത് വേദപുസ്തകത്തിന്റെ യഥാർത്ഥ അർത്ഥമല്ല. ഇത് ഒരു പണിയും ചെയ്യാതിരിക്കാനുള്ള ക്ഷണമല്ല. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം 10 മുതൽ 11 വരെ എല്ലാവരും വായിക്കണത്. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം 10-ഉം 11-ഉം. 2 തെസ്സലോനിക്കർ 3, 10-ഉം 11-ഉം. 2 തെസ്സലോനിക്കർ 3, 10-ഉം 11-ഉം. എടുത്തോ? ഇനിയിപ്പോ എന്നാ ചെയ്യും? എടുത്തോ? വായിച്ചോ. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്കൊരു കൽപ്പന നൽകി. എന്താണ്? അധ്വാനിക്കാത്തവൻ എന്നൊക്കെ പറഞ്ഞേ. അധ്വാനിക്കാത്തവൻ അതാണ് അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. എന്നിട്ട് ചില ആളുകളെ കുറിച്ച് പറയുകയാണ്, എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും എന്നാൽ ഒരു പണിയും ചെയ്യാതെ അലസരായി കഴിയുന്ന ചില ധ്യാന കേന്ദ്രം നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പൗലോസ് പറയാണ്, എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും എന്നാൽ ഒരു പണിയും ചെയ്യാതെ അലസരായി കഴിയുകയും ചെയ്യുന്ന ചിലർ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് ഞങ്ങൾ കേൾക്കുന്നു. അത്തരം ആളുകളോട് കർത്താവായ യേശുവിൽ ഞങ്ങൾ കൽപ്പിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു, അവർ ശാന്തരായി പണിയെടുത്ത് അപ്പം ഭക്ഷിക്കട്ടെ. മനസ്സിലാവുന്നുണ്ടോ? ഇത് പണിയെടുക്കാതിരിക്കാനുള്ള ക്ഷണമല്ല, ജോലി ചെയ്യണം. ജോലി ചെയ്യുമ്പോൾ ദൈവം പരിപാലിക്കും. അല്ലാതെ അലസരായിട്ട് വായുമ്പൊളന്നിരുന്നാൽ ഒന്നും വരുത്തില്ല. കർത്താവ് പറയാണ്, ഇതാ ഇങ്ങനെ ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ. പക്ഷികൾ രാവിലെ എഴുന്നേറ്റ് 8 മണിക്ക് പക്ഷികൾ നമ്മുടെ പറമ്പിലൊക്കെ വന്ന് ഇങ്ങനെ വായും തുറന്നിരിക്കുകയാണോ? വരട്ടെ, അങ്ങനെ ഇരിക്കുകയാണോ? പക്ഷികൾ എന്നാ ചെയ്യുന്നേ? അതിങ്ങനെ തപ്പി നടക്കാണ്. എവിടാണ് ഒരു സാധനം ഉള്ളത് ഇങ്ങനെ തപ്പി അത് കൊത്തി തിന്ന് അന്വേഷിച്ച്, അല്ലാതെ ഒരു സൈഡിൽ കിടന്ന് ഉറങ്ങാണോ പക്ഷി? ആണോ പക്ഷി? അല്ല. പക്ഷികൾ എന്നാ ചെയ്യുന്നത്? പക്ഷികൾ ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ഇവിടെ 2 കൊത്ത് കൊത്തി, അങ്ങോട്ട് ചെന്ന് 2 കൊത്ത് കൊത്തി, തൊണ്ടാ അവിടെ അവന്മാരുണ്ട്, അങ്ങോട്ട് പോണ്ടാ, ഇപ്പുറത്തോട്ട് വന്ന് 2 കൊത്ത് കൊത്തി, അതിങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആകാശത്തിലെ പക്ഷികളെ പോലെ ഞങ്ങള് വെറുതെ ഇരിക്കുകയാണെന്ന് വിചാരിക്കരുത്. പക്ഷികൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൂടെ പറഞ്ഞ് നമുക്ക് 7-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. 7-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ശക്തമായ ചില പ്രബോധനങ്ങൾ തരികയാണ്. വായിച്ച് 7-ാം അധ്യായം 1-2 വാക്യങ്ങൾ. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. ഈ ഈശോയുടെ ഒരു ടീച്ചിങ്ങിന്റെ സ്റ്റൈൽ ഇങ്ങനെയാണ്. ശ്രദ്ധിച്ചു കേട്ടോ. അതായത് ഈശോ എപ്പോഴും ഇങ്ങനെയാണ്. ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് പറയും, എന്നിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്യും, അതിനെ വിശദീകരിക്കും, എന്നിട്ട് 3-ാമത് ഉദാഹരണം പറയും. അങ്ങനെയാണ് ഈശോയുടെ രീതി. അതായത് ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് പറയും, സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് 2-ാമത് അതിനെ വിശദീകരിക്കും, 3-ാമത് ഇലസ്ട്രേറ്റ് ചെയ്യും, ഇലസ്ട്രേറ്റിംഗ് വിത്ത് എക്സാമ്പിൾസ്, ഉദാഹരണം കൊണ്ട് വിശദീകരിക്കും. അതാണ് ഈശോയുടെ പ്രസംഗത്തിന്റെ സ്റ്റൈല്. ഇപ്പൊ ഇത് നോക്കിയ ഉദാഹരണത്തിന് ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് പറയാണ്, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ വിധിക്കരുത്. എന്നിട്ട് അതിന്റെ കാരണം പറയുകയാണ്, അത് വിശദീകരിക്കുകയാണ്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. അതായത് നമ്മൾ ആരെയെങ്കിലും വിധിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്നാ ചെയ്യുന്നതെന്നറിയാമോ? നമ്മൾ
നമ്മളെ ദൈവം വിധിക്കാനുള്ള ഒരു മാനദണ്ഡം ഉണ്ടാക്കി, ഒരു സ്കെയിൽ ഉണ്ടാക്കി ദൈവത്തിന്റെ കൊടുക്കാൻ. നമ്മളൊരാളെ ജഡ്ജ് ചെയ്യുമ്പോൾ, അതായത് അവര് ശരിയല്ലെന്ന് തോന്നുന്നു എന്നിങ്ങനെ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ദൈവം ജഡ്ജ് ചെയ്യാനുള്ള ഒരു അളവുകോലുണ്ടാക്കി ദൈവത്തിന്റെ കൈ കൊണ്ട് കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ഈ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ എത്രയോ പേരെ വിധിച്ചു. ആ വിധിച്ചത് മുഴുവൻ നമ്മൾ മറന്നാലും അവര് മറന്നാലും ദൈവം മറന്നിട്ടില്ല. ഇഷ്ടം പോലെ സ്കെയില് കർത്താവിൻ്റെ കയ്യിലുണ്ട്. ഓരോ കാര്യങ്ങൾ വരുമ്പോൾ കർത്താവ് നമ്മൾ അളന്ന സ്കെയിൽ എടുക്കും. അതായത് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? നമ്മളെ വിധിക്കാൻ നമ്മൾ ഉണ്ടാക്കിയ സ്കെയിൽ ഉണ്ടല്ലോ, അതെടുക്കും. എന്നിട്ട് ആ സ്കെയിൽ വെച്ച് നമ്മളെ വിധിക്കും. അപ്പൊ ഈശോ പറയാണ്, വെറുതെ വടി കൊടുത്ത് അടി വാങ്ങിക്കരുത്, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. എന്തുകൊണ്ടാണ് വിധിക്കരുതെന്ന് പറയുന്നത്? വിധിക്കരുതെന്ന് പറയുന്നത്, നമുക്ക് ആരെയും ഒരു സാഹചര്യത്തെയും പൂർണ്ണമായി അറിയില്ല. ഒരു സാഹചര്യവും നമുക്ക് പൂർണ്ണമായിട്ട് അറിയില്ല. ഇപ്പൊ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു മനുഷ്യനടുത്തിരിക്കുകയാണ്. ഇപ്പൊ ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്കറിയാം, ഈ സാമാന്യം വലിപ്പമുള്ള ആളുകളാണെങ്കിൽ രണ്ടുപേർക്കൊക്കെ ഇരിക്കാൻ പാടാണ്. ഞങ്ങളെപ്പോലെ മെലിഞ്ഞ ആളുകളാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോ രണ്ടുപേർക്ക് ഇരിക്കാൻ പാടായിരിക്കും. അപ്പൊ രണ്ടുപേരിരിക്കുന്ന സമയത്ത് അടുത്തിരിക്കുന്ന ആള് എന്ത് ചെയ്യുന്നു? നമ്മളിങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യാണ്. ഞാൻ യാത്ര ചെയ്യാന്ന് വെച്ചോ, എൻ്റെ അടുത്തിരിക്കുന്ന ആൾ ഉറങ്ങി 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 എൻ്റെ തലയിലോട്ട് വീഴുകയാണ്, എൻ്റെ തോളിലോട്ട് വീഴുകയാണ്. അപ്പൊ ഞാൻ ഓരോ തവണ ഈ തലയെടുത്ത് യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിക്കും. അയാൾ വീണ്ടും എന്ത് ചെയ്യുന്നു? ഉറങ്ങി വീണ്ടും എൻ്റെ വക്ഷസിലേക്ക് വീഴുകയാണ്. അയാൾ യോഹന്നാന്റെ സുവിശേഷം വായിച്ചിട്ടുണ്ട്. ക്രിസ്തുവിന്റെ മാറിൽ ചാരിക്കിടന്നൊക്കെ അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ മാറിലേക്ക് ചാരുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? സാറേ, ഈ തല ഇവിടെ അല്ല സാറേ വെക്കേണ്ടത്, ഈ തല ഇരിക്കേണ്ടത് ആ കഴുത്തിലാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് പതുക്കെ എടുത്ത് വീണ്ടും ആ കഴുത്തിലേക്ക് വെക്കുകയാണ്. വീണ്ടും അദ്ദേഹം ഉറങ്ങി വീഴുകയാണ്. അങ്ങനെ എന്നാ നമുക്ക് ഇത് ശല്യമായല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ എന്നാ ഇങ്ങനെ മുട്ടിങ്ങനെ വെക്കുമ്പോൾ ഇയാൾ ഈ മുട്ടിനിട്ട് തട്ടും, അയാൾ എഴുന്നേക്കും, വീണ്ടും അയാൾ കിടന്നുറങ്ങാണ്. നമ്മൾ വളരെ ദേഷ്യപ്പെട്ടിട്ട് ഇയാളോട്, ഹലോ ഹലോ നീ ഉറങ്ങി എൻ്റെ തലയിലോട്ട് വീഴാതെ, എനിക്ക് യാത്ര ചെയ്യണ്ടേ, ഞാൻ ടിക്കറ്റ് അല്ലേ എടുത്തത് എന്ന് നമ്മൾ ദേഷ്യപ്പെടുകയാണ്. ആ സമയത്ത് അയാൾ പറയാണ്, സാറേ ക്ഷമിക്കണേ, നമ്മൾ എന്തെല്ലാം വിചാരിച്ചാ വണ്ടി ഇരുന്ന്, എന്നാ വിവരം കെട്ടവനായത്, ഇവന് മാന്യതയുണ്ടോ, സംസ്കാരമുണ്ടോ, ബാർബേറിയൻ, അൺകൂത്ത്, അൺസിവിലൈസ്ഡ്, നമ്മൾ എന്തെല്ലാം പറഞ്ഞവനെ കുറിച്ച്. അയാൾ പറയാണ്, പിന്നെ സാറേ ക്ഷമിക്കണേ, 3.5 വയസ്സുള്ള കൊച്ച് വെന്റിലേറ്ററിലാണ്, ഉറങ്ങാൻ പറ്റിയില്ല ഇന്നലെ, വരാന്തയിൽ ഇങ്ങനെ ഉറങ്ങാതെ നിൽക്കുകയായിരുന്നു. ഈ ഭിത്തിയുടെ അപ്പുറത്തെ കൊച്ചു കിടക്കാണ്, ഈ ഭിത്തിയുടെ അപ്പുറത്ത് കൊച്ചു കിടപ്പുണ്ട്. അപ്പൊ കൊച്ചു പറഞ്ഞു, അപ്പാ, കൊച്ചു പറയാണ്, അപ്പാ, സംസാരിക്കുന്ന കൊച്ചാന്ന് വെച്ചു, ഇച്ചിരിയുടെ പ്രായമുള്ള കൊച്ച്, അപ്പാ, അപ്പനീ അകത്ത് അപ്പൊ അപ്പൻ പറഞ്ഞു, അകത്ത് വരാൻ പറ്റത്തില്ല മോനെ, അപ്പൻ വെളിയിൽ, എന്നാ അപ്പൻ ഭിത്തിയോട് ചേർന്ന് നിൽക്കണേ എന്ന് കൊച്ചു പറഞ്ഞു. അപ്പൊ അപ്പം ഭിത്തിയോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ് ഉറങ്ങാതെ. കാരണം കൊച്ചു പറഞ്ഞു ഭിത്തിയോട് ചേർന്ന് നിൽക്കണം. ഈ ഭിത്തിയുടെ അപ്പുറത്താണ് കൊച്ചു കിടക്കുന്നത്, ഈ ഭിത്തിയോട് ചേർന്ന് നിൽക്കുകയാണ്. കൊച്ചിനെ എടുത്ത് നെഞ്ചത്ത് കിടത്തണമെന്നുണ്ട്, പറ്റില്ല, അനുവാദമില്ല. അതുകൊണ്ട് ഭിത്തിയോട് ചേർന്ന് ഉറങ്ങാതെ നിന്നതാണ് ഇന്നലെ രാത്രി. ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത്, ഇപ്പോഴല്ലേ നമുക്ക് പിടികിട്ടിയത്. അതായത് ഒരാളെ നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ നമുക്കറിയില്ല എന്താണ് അയാൾ കടന്നു പോകുന്ന അവസ്ഥ, എന്താണ് യാഥാർത്ഥ്യം, എന്താണ് സാഹചര്യം, ഒന്നും നമുക്ക് അറിയാൻ പാടില്ല. നമ്മളിങ്ങനെ വെളിയിൽ നിന്ന് കാണുന്നേ ഉള്ളത്. വിദേശത്താണ്, ഇങ്ങനെ സമാധാനം കൊടുക്കാണ് കുർബാനയ്ക്ക്. അങ്ങനെ സമാധാനം കൊടുക്കാൻ ഇയാൾ വളരെ സ്നേഹത്തോടെ അടുത്തിരുന്ന ആൾക്ക് ഇങ്ങനെ കൈ നീട്ടിയപ്പോൾ മറ്റേ ആള് കൈ അനക്കാതെ, ഒരു കോട്ടൊക്കെ ഇട്ട് കൈ അനക്കാതെ നേരെ അങ്ങ് നിന്നു. ഇങ്ങനെ ഒന്ന് നോക്കി, ഒന്ന് തലകുലിക്ക്, അത്രേ ഉള്ളൂ. അപ്പൊ ഇയാള് ദേഷ്യപ്പെട്ടു. എന്തോ ഒരു മാന്യതയില്ലാത്ത മനുഷ്യനാ ഇത്, എന്തൊരു മാന്യതയില്ലാത്ത ആളാ. എന്റെ സമാധാനം, പള്ളിയിൽ നിന്ന് സമാധാനം കൊടുത്തിട്ട് അവനൊന്ന് കൈ നീട്ടാൻ വയ്യ. പുറത്തിറങ്ങുമ്പോഴാണ് നിങ്ങൾ അറിയുന്നത്, അയാൾ കോട്ട് ഉരുമ്പോ നിങ്ങൾ കാണുന്ന അയാൾക്ക് 2 കൈയുമില്ല. നമ്മൾ കണ്ടിട്ടില്ല, ക്ലാസ്സിൽ ടീച്ചർ കുട്ടി എന്തോ കുഴപ്പം കാണിച്ചപ്പോ കൈ നീട്ടറാന്ന് പറഞ്ഞു.
കൊച്ചിടത്തെ കൈ നീട്ടി. ഇടത്തെ കൈയാണോ നീട്ടെന്ന് പറഞ്ഞ് 2 അടി. അപ്പോഴടുത്തിരിക്കുന്ന കുട്ടി പറയുന്നത്, സാറേ അവന് വലത്ത് കൈയില്ല. നമുക്കറിയില്ല കേട്ടോ, നമുക്കറിയില്ല ഓരോരുത്തരുടെ എന്താ യാഥാർത്ഥ്യം, എന്താ സാഹചര്യം, എന്താണ് അവർ കടന്നു പോകുന്ന അവസ്ഥ, എന്താണ് അവരുടെ മനസ്സിൽ, ഒന്നും നമുക്കറിയാൻ പാടില്ല. കർത്താവ് പറയാണ്, അതുകൊണ്ട് വിധിക്കല്ലേ, വിധിക്കുന്ന വിധിയാൽ തന്നെ നീ വിധിക്കപ്പെടും. നീ അളക്കുന്ന അളവുകോല് കൊണ്ട് തന്നെ നിനക്ക് അളക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പാടില്ല എന്താണ് യാഥാർത്ഥ്യം. 2, അതേ മാനദണ്ഡം വെച്ച് ദൈവം നമ്മളെ വിധിക്കും. നമ്മളെ തൂക്കാനുള്ള ത്രാസ് നമ്മൾ ഉണ്ടാക്കിയതായിരിക്കും. ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. അന്ത്യവിധിയിൽ നമ്മളെ തൂക്കുന്ന ത്രാസ് ആരാ ഉണ്ടാക്കിയത്? ദൈവമാണോ? മാലാഖമാരാണോ? നമ്മളുണ്ടാക്കിയ ത്രാസാ അത്. നമ്മളോട് ചെല്ലുമ്പോഴേ അറിയുന്ന, ദൈവമേ ഇത് ഞാനുണ്ടാക്കിയ ത്രാസാണല്ലോ. അതിനകത്തായിരിക്കും ദൈവം നമ്മളെ തൂക്കാൻ പോകുന്നത്. നമ്മളുണ്ടാക്കിയ സ്കെയിൽ വെച്ചാണ് ദൈവം നമ്മളെ അളക്കാൻ പോകുന്നത്. നമ്മളുണ്ടാക്കിയ നാഴിയിലാണ് നമ്മൾ അളക്കപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറയാണ്, വിധിക്കാൻ പാടില്ല. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യം, മനോഹരമായൊരു വചനമാണത്. യാക്കോബ് 2:13 ഇപ്രകാരം പറയുന്നുണ്ട്, കാരുണ്യം കാണിക്കാത്തവന്റെ മേൽ കാരുണ്യരഹിതമായി വിധിയുണ്ടാവും. കാരുണ്യം കാണിക്കാത്തവന്റെ മേൽ കാരുണ്യരഹിതമായി വിധിയുണ്ടാവും. കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിക്കും. ഇതിനർത്ഥം അറിയോ നിങ്ങൾക്ക്? കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിക്കും എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മളെ വിധിക്കാനായിട്ട് വരുമ്പോ നമ്മൾ കാരുണ്യം കാണിച്ചവരാണെങ്കിൽ നമ്മൾ കാണിച്ച കാരുണ്യം ദൈവത്തിന്റെ വിധിയെ അതിജീവിക്കും. പുതിയ നിയമത്തിന്റെ മുഴുവൻ സാരാംശം ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ കരുണ. അതാണ് ന്യൂ ടെസ്റ്റമെന്റ്. ന്യൂ ടെസ്റ്റമെന്റ് സമം ഒറ്റ വാക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കരുണ. അതിനകത്തെല്ലാം ഉണ്ട്. ദൈവത്തിന് മനുഷ്യരോട് തോന്നിയ കരുണ, മനുഷ്യാവതാരം എന്ന കരുണ, കുരിശു മരണം എന്ന കരുണ, നമ്മുടെ പാപങ്ങൾ അവന്റെ തിരുരക്തത്താൽ കഴുകി എന്ന കരുണ, നമ്മുടെ പാപങ്ങളോട് അവൻ കരുണ കാണിച്ചു എന്ന ദൈവത്തിന്റെ കരുണ, നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന ദൈവത്തിന്റെ നിർദ്ദേശം, നമ്മൾ കാണിക്കേണ്ട കരുണ. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമം എന്ന് പറഞ്ഞാൽ കരുണ. അപ്പൊ ദൈവം പറയുകയാണ്, ഈശോ പറയുകയാണ്, നിങ്ങൾ വിധിക്കരുത്, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. മൂന്നാമത്തേത്, എല്ലാ വിധിവാചകങ്ങൾക്ക് പിന്നിലും നമ്മൾ മെച്ചപ്പെട്ടവരാണ് എന്ന അഹങ്കാരമുണ്ട്. നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യുമ്പോൾ അവൻ ശരിയല്ല എന്ന് പറയുമ്പോഴേ നമ്മൾ ശരിയാണെന്ന് നമ്മൾ അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വിധിവാചകങ്ങൾക്ക് പിന്നിലും നമ്മൾ ഭേദപ്പെട്ടവരാണെന്നുള്ള അഹംഭാവമുണ്ട്. അഹങ്കാരം ആപത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് നിൽക്കുന്നു എന്ന് വിചാരിക്കുന്ന നമ്മൾ ടപ്പെന്ന് താഴെ പോകും. ചതി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഈശോ പറയുകയാണ്, നിങ്ങൾ ആരെയും വിധിക്കരുത്. ഞാൻ പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട്, പാഞ്ചാലിമേട് നല്ലതണ്ണി കാട്ടില് 3 സഹോദരന്മാര് താമസിച്ചിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലാത്തൊരു കൈവെക്കെ. ആരും കേട്ടിട്ടില്ല, കൈയാത്തിട്ട്. അതായത് നല്ല തണ്ണി ഒരു സ്ഥലമാണത്. പാഞ്ചാലിമേട്, കുട്ടിക്കാനം. അവിടെ ഒരു കാട്ടില് 3 സഹോദരന്മാര്, അൽമായ സഹോദരന്മാര് താമസിക്കുന്നുണ്ട്. അവരവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 20 കൊല്ലമായി. ഇത് 21ാമത്തെ കൊല്ലമാണ്. അവരാ കാട്ടില് ഒരു ഗുഹ പോലെ ഒരു വീടുണ്ടാക്കി. വൈദ്യുതി ഇല്ല, ടെലിഫോണില്ല, മിനിമം സൗകര്യങ്ങൾ. നമ്മൾ ചെന്നാലും കിടക്കാനൊക്കെ സ്ഥലം തരും, ഞെരുങ്ങിയൊക്കെ കിടക്കണം. അങ്ങനെയുള്ള വളരെ പരിമിതമായ സൗകര്യത്തിൽ കർത്താവിന്റെ സ്നേഹം പരിശീലിച്ച്, സ്നേഹിച്ച്, സ്നേഹം പങ്കുവെച്ച്, സുവിശേഷം ജീവിക്കുന്നുണ്ട് 3 സഹോദരന്മാര്. യഥാർത്ഥത്തിൽ സുവിശേഷം ജീവിക്കേണ്ടത് എങ്ങനെയാന്ന് ഡൗട്ട് വന്നാൽ പോകാൻ കൊള്ളാവുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ്. കണ്ടു പഠിക്കാം സുവിശേഷം എങ്ങനെയാണ് ജീവിക്കുന്നത്. അരി കഴുകി ഇടുകയാണ് ചോറ് വെക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ ചോദിച്ചു, ബ്രദറെ ഇത്രയും അരി വേണോ? നമ്മള് 6 പേരല്ലേ ഉള്ളൂ ഇവിടെ. അപ്പൊ അരി കഴുകുന്ന ബ്രദർ ബിനോയ് ബ്രദർ അദ്ദേഹം പറഞ്ഞു, അച്ചോ ഉച്ചയ്ക്ക് ആരെങ്കിലും വന്നാലോ അച്ചോ, അപ്പൊ അവർക്കൂടെ കൊടുക്കാമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഉച്ചക്കാരും വന്നില്ലെങ്കിലോ ബ്രദറെ, ഇത് വേസ്റ്റ് ആവില്ലേ? അപ്പൊ അദ്ദേഹം പറയാണ്, വേസ്റ്റ് ആയാലും കുഴപ്പമില്ല അച്ഛാ, ചോറല്ലേ വേസ്റ്റ് ആവൂ, സ്നേഹം വേസ്റ്റ് ആവില്ലല്ലോ. അതായത് വരുന്നവർക്ക് ഇത് കൊടുക്കാമല്ലോ. ഇനി അത് വേസ്റ്റ് ആയാലും കുഴപ്പമില്ല,
കാക്കയ്ക്ക് കൊടുക്കാം, പൂച്ചയ്ക്ക് കൊടുക്കാം, പട്ടിയുണ്ട് പട്ടിക്ക് കൊടുക്കാം. ഇതിൽ ഈ മൃഗങ്ങളെല്ലാം പലതും ഇതിലേക്ക് വരുന്നുണ്ട്, അവർക്കൊക്കെ കൊടുക്കാം. രാവിലെ ടോയ്ലറ്റിൽ പോണേ നേരത്തെ വെളുപ്പിനെ പോണം. കാരണം ടോയ്ലറ്റിന് വാതിലില്ല, വാതിലൊരു തുണിയാണ്, അത് കാറ്റിൽ സദാ പാറിക്കളിച്ചുകൊണ്ടിരിക്കും. അപ്പോ മാനക്കേടുണ്ടാവും. അതുകൊണ്ട് ഇരുട്ടുള്ളപ്പോ തന്നെ പോണം, അല്ലെങ്കിൽ നാണക്കേടാവും. അതുകൊണ്ട് വെളുപ്പിനെ നമ്മള് ഈ തൊട്ടിയൊക്കെ ബക്കറ്റും ഒക്കെ ആയിട്ട് രാവിലെ പോകുമ്പോ അച്ചോ എന്തോ ആ ടോയ്ലറ്റിനകത്ത്, ആ ക്ലോസറ്റിനകത്ത് ഒരു ഈറ കുത്തി വെച്ചിട്ടുണ്ട്, അതങ്ങ് എടുത്ത് മാറ്റിയേക്കണേ. ടോയ്ലറ്റിനകത്ത് എന്തിനാടെ ഈറ? വയ്യാത്തവർക്ക് കുത്തിപ്പിടിച്ചിരിക്കാനാണോ? അതൊന്നുമല്ല. അതെന്തിനാപ്പാന്ന് ചോദിക്കുമ്പോ പറയുന്നത്, ഇന്നലെ ഒരു 10-20 ഉറുമ്പ് സഹോദരന്മാര് അതിനകത്ത് കിടക്കുന്ന കണ്ട് അവന്മാർക്ക് കയറി വരാൻ വെച്ചതാണ്. നിങ്ങൾ വിചാരിക്കും മാനസിക രോഗികളാണല്ലേ? ഞങ്ങൾ കണ്ടതാണ്. എന്തെന്നറിയാമോ? തേള് കയറി വരും. തേള് നമ്മളാണ് ചെരുപ്പൂരും ഇപ്പൊ തന്നെ തല്ലിക്കൊല്ലാൻ വേണ്ടി തേള്. അപ്പൊ അയ്യോ 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 ബ്രദറെ കൊല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് ആ സഹോദരൻ ഇങ്ങനെ പറയാണ്, മോനെ പൊക്കോടാ, പൊക്കോ പൊക്കോ. ആരോടാ? നമ്മളോടല്ല, തേളിനോട്. പൊക്കോടാ. അപ്പൊ ഈ തേളിങ്ങനെ പൊക്കോടാ, അതിങ്ങനെ നോക്കിയിട്ട് പോവാം, എബൌട്ട് 10 തിരിച്ചുപോയി. നമ്മൾ നിൽക്കുന്ന സമയത്താണ് ഒരു ജീവി, ഈ ഉടുമ്പ് പോലിരിക്കുന്ന ഒരു ജീവി ഇങ്ങനെ വന്നിട്ട് ആ ജനലിനെ കൂടെ ഇങ്ങനെ നോക്കിയിട്ട് ആളുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോന്നത്. കടുവ പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണത്. അവരെ ഇതുവരെ ഒന്നും ഉപദ്രവിച്ചിട്ടില്ല ഇന്നുവരെയും. ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയാമോ? ഈ സഹോദരന്മാര് 20 കൊല്ലമായിട്ട് കാട്ടിൽ യേശുവിന്റെ സുവിശേഷം ജീവിച്ചുകൊണ്ട് ലോകത്തിന്റെ പാപത്തിന് പരിഹാരം ചെയ്ത് ജീവിക്കുകയാണ്. അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാ ഈ വന്നേന്നൊക്കെ ചോദിച്ചപ്പോൾ ഒത്തിരി കാര്യമുണ്ട്, അതൊന്നും പറയാൻ നേരമില്ല. ഒരു കാര്യം പറയാം, അവർ ജീവിതത്തിൽ സ്വന്തം ജീവിതത്തെ നവീകരിക്കാൻ ആദ്യം എടുത്ത തീരുമാനം, പ്രതിജ്ഞ, അത് നല്ലതാണ്. അവരാദ്യമായിട്ട് ജീവിതത്തിൽ എടുത്ത തീരുമാനം, പ്രതിജ്ഞ ഇതാണ്: ആരെയും വിധിക്കരുത്, ആരെയും വിമർശിക്കരുത്, ആരെയും അളക്കരുത്. വിധിക്കരുത്, അളക്കരുത്, വിലയിരുത്തരുത്, വിമർശിക്കരുത്. പറയാൻ എന്തെളുപ്പ, ജീവിക്കാൻ എന്തോ ഒരു പാടാ. ഈശോ പറയാണ്, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നമുക്ക് ഈ ഒരു അഭിഷേകം, അത് കൃപയായിട്ട് കിട്ടണം. അത് കിട്ടും, കർത്താവ് തരും. അതെല്ലാം നമുക്ക് ഈ സമയത്ത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളോട് പറയുന്നത്, വിധിക്കരുത്. നിന്റെ കണ്ണിലെ തടിക്കഷണം ഇരിക്കെ സഹോദരനോട് നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയട്ടെ എന്ന് നീ എങ്ങനെ പറയും? നിന്റെ കണ്ണില് തടിക്കഷണം ഇരിക്കുകയാണ്. അപ്പോഴാണ് നീ സഹോദരനോട് തടിക്കഷണം എടുത്ത് കളയട്ടെ, കരടെടുത്ത് കളയട്ടെ എന്ന് പറയും. തടിക്കഷണം വെച്ചിരിക്കുകയാണ്. കർത്താവ് പറയാണ്, കപടനാട്ടിക്കാരാ, നിന്റെ കണ്ണിലെ തടിക്കഷണം മാറ്റ്, അപ്പൊ നിനക്ക് കാഴ്ച തെളിയും. പ്രിയപ്പെട്ടവരെ, വിധി പ്രഖ്യാപിക്കുക എന്ന ജഡ്ജ്മെന്റൽ സ്പിരിറ്റ്, ഇതാണ് ഈ തടിക്കഷണം. അത് മാറ്റ്, അപ്പൊ നിനക്ക് കാഴ്ച തെളിയും. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവെ വിധിക്കാതിരിക്കാൻ. അത് കിട്ടണം. അത് കിട്ടിയാൽ നല്ലതാണ്. പ്രയാസമാണ്, കിട്ടണം. കരങ്ങൾ ഉയർത്തിക്കേ. ദൈവമേ, ഞങ്ങൾക്ക് ആരെയും വിധിക്കാതിരിക്കാൻ കൃപ തരണമേ. ആരെയും വിലയിരുത്താതിരിക്കാൻ കൃപ തരണമേ. അളക്കാതെ വിമർശിക്കാതെ ജീവിക്കാൻ കൃപ തരണമേ. സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അതിശക്തമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി നിറയട്ടെ, ആത്മാവിന്റെ ശക്തി നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ ജീവിക്കാൻ ഉതകുന്ന ദൈവശക്തി കൂട്ടായ്മയിൽ വന്ന് നിറയട്ടെ. ചൊത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ ശക്തിയോടെ സ്തുതിക്കട്ടെ. ആരാധന, 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 ആരാധന. അപ്പോൾ വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ വിധിക്കരുത്. മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്താനുള്ള പരിശ്രമത്തിന്റെ 10-1 നമ്മുടെ തെറ്റുകൾ കണ്ടെത്താൻ ശ്രമിച്ചാൽ നമ്മൾ ആരാവും? വിശുദ്ധരാവും. മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്താൻ നമ്മൾ പരിശ്രമിക്കുന്ന ആ അധ്വാനത്തിന്റെ 10-1
നമ്മുടെ തെറ്റുകൾ കണ്ടെത്താൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ആളുകളായിട്ട് മാറും. അതായത് യെശയ്യാ പ്രവചനം 5-ാമത്തെ അധ്യായത്തിൽ, യെശയ്യാ 5-ാം അധ്യായത്തിൽ യെശയ്യാ ഏതാണ്ട് 9 കൂട്ടം ആളുകൾക്ക് ദുരിതം 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 എന്ന് വിളിച്ചു പറയുന്നുണ്ട്. യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൽ യെശയ്യാ പറയുകയാണ്, 9 പ്രാവശ്യമാണ് പറയുന്നത് ദുരിതം. ഞാൻ ചിലത് വായിക്കാം. മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം, 8-ാം വാക്യം, മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോട് വീട് ചേർത്ത് വയലോട് വയൽ ചേർത്ത് അതിന്റെ മധ്യത്തിൽ തനിച്ച് വസിക്കുന്നവർക്ക് ദുരിതം. കേട്ടോണേ, ദുരിതം. ലഹരിപാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു കുടിച്ച് മതിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക്, ഉറക്കെ പറയണം നിങ്ങൾ ആ വാക്ക്, നിങ്ങൾ ഉറക്കെ പറയണം, ദുരിതം. ഉറക്കെ പറയണം, ദുരിതം. നുണയുടെ കയറുകൊണ്ട് അകൃത്യത്തെ വലിച്ചിഴക്കുന്നവന് പറ. ആ, തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന്, തന്നെ തന്നെ ജ്ഞാനിയെന്നും സൂക്ഷ്മബുദ്ധിയെന്നും കരുതുന്നവന്, വീഞ്ഞു കുടിക്കുന്നതിൽ വീരന്മാരും വിവിധതരം മദ്യം കൂട്ടിക്കലർത്തുന്നതിൽ ബിരുദന്മാരുമായവർക്ക്, കൈക്കൂലി വാങ്ങി കുറ്റവാളിയെ മോചിപ്പിക്കുകയും നിരപരാധികൾക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക്. ഇതെല്ലാം ആർക്കാ ദുരിതം? മറ്റുള്ളവർക്കല്ലേ? നിനക്ക് ദുരിതം, നിനക്ക് ദുരിതം, ചേച്ചി ചേച്ചിക്ക് ദുരിതം, സിസ്റ്ററെ സിസ്റ്ററിന് ദുരിതം, അമ്മ അമ്മയ്ക്ക് ദുരിതം, ചേട്ടാ ചേട്ടന് ദുരിതം, കൊച്ചേ നിനക്ക് ദുരിതം, മോളെ നിനക്ക് ദുരിതം. വഴി കണ്ട എല്ലാവരോടും പറയാണ് ദുരിതം ദുരിതം എന്ന് പറഞ്ഞാൽ എല്ലാരും ശരിയല്ല. 5-ാം അധ്യായം 6-ാം അധ്യായത്തിൽ യെശയ്യായ്ക്ക് ദൈവാനുഭവം ഉണ്ടായി. 6-ാം അധ്യായത്തിൽ ദൈവാനുഭവം ഉണ്ടായ യെശയ്യാ ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറഞ്ഞതെന്നറിയാമോ? 5-ാം വാക്യം, യെശയ്യാ 6:5, ഞാൻ പറഞ്ഞു എനിക്ക് പറ ദുരിതം. ആർക്ക് ദുരിതം? എനിക്ക് ദുരിതം. ഇത്രയും നേരം വഴിയെ കണ്ടവർക്കെല്ലാം ദുരിതമായിരുന്നു. ഇപ്പൊ ആർക്കാണ് ദുരിതം? എനിക്ക് ദുരിതം. ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവർക്ക് മധ്യേ വസിക്കുന്നവനുമാണ്. സൈന്യങ്ങളുടെ കർത്താവിനെ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ദുരിതം, ഇതാണ് നമ്മൾ എത്തേണ്ടത്. നമ്മൾ തുടങ്ങുമ്പോൾ മറ്റുള്ളവരുടെ കുറ്റമൊക്കെ പറഞ്ഞ് തുടങ്ങാം. അവസാനം നമ്മൾ നമ്മുടെ കുറ്റത്തിൽ അവസാനിപ്പിക്കുകയാണ്, നമ്മൾ നമ്മുടെ പോരായ്മയിൽ എത്തുകയാണ്. അപ്പോൾ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഇതാണ്, വിധിക്കരുത്. ഇനി ഇത് പറയുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് നിങ്ങൾ ദൈവപരിപാലനയിൽ ആശ്രയിക്കണം. എന്ത് ഭക്ഷിക്കുമെന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ ആകുലചിത്തരാകരുത് എന്ന് പറഞ്ഞിട്ട് ഉടനെ ബൈബിളിന്റെ മറ്റൊരു വശം നമ്മൾ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് പണി ചെയ്യാതെ നടക്കരുത്. ഈ ബൈബിളിൽ എപ്പോഴും ഈ ബാലൻസ് ഉണ്ട്, എപ്പോഴും ഉണ്ട്. ബൈബിൾ എപ്പോഴും ഈ ബാലൻസ് സൂക്ഷിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സമറിയാക്കാരന്റെ ഉപമ പറയുന്നുണ്ട്. എന്താണ്? ദേവാലയത്തിൽ പോയി ബലി അർപ്പിക്കുന്നതിനേക്കാൾ നല്ലതാണ് പാവപ്പെട്ട വഴി കിടക്കുന്ന ഒരുത്തനെ സഹായിക്കുന്നത്. ഇതൊരു വശം. ഇത് പറഞ്ഞ അതേ ബൈബിള് തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറയും, മർത്ത മർത്ത, നീ പല കാര്യത്തെക്കുറിച്ച് ആകുലചിത്തയായിരിക്കുന്നു, ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, മറിയന്തേ മര്യാദയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നു. ബൈബിളിന് എപ്പോഴും ബാലൻസ് ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഒരു ഭാഗം മാത്രം പറയുന്ന പുസ്തകം അല്ലിത്. ഇതിന് ബാലൻസ് ഉണ്ട്. ഒരു കാര്യം പറഞ്ഞാൽ ഈശോ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അതിന്റെ മറുവശം കൂടി പറഞ്ഞിട്ടാണ് എപ്പോഴും പോകുന്നത്. ഇവിടെ എന്താണ് അതിന്റെ മറുവശം? ആരെയും നിങ്ങൾ വിധിക്കരുത് എന്ന് ഈശോ പറഞ്ഞു. എന്നിട്ട് 6-ാം വാക്യത്തിൽ പറയുകയാണ്, എന്ന് വെച്ച് വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ട് കൊടുക്കരുത്, അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം. ആരെയും വിധിക്കരുത് എന്നും പറഞ്ഞ് ഏതറ്റം വരെ ലൈസൻസ് കൊടുക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? വിശുദ്ധമായതെടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നായ്ക്കളെ വിധിക്കണ്ട, വിശുദ്ധമായതെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാം. പന്നികളെ നമുക്ക് വിധിക്കണ്ട, അതുകൊണ്ട് പന്നികളുടെ മുമ്പിൽ മുത്തിട്ട് കൊടുക്കാം. ഒന്ന് ജഡ്ജ്മെന്റ്, മറ്റേത് ഡിസേൺമെന്റ്. രണ്ടും രണ്ടാണ്. ഒന്ന് വിധി പ്രഖ്യാപിക്കൽ, മറ്റേത് വിവേചനം, വിവേചനബോധം, ഡിസേൺമെന്റ്. അപ്പോ വിധിക്കരുതെന്നും പറഞ്ഞിട്ട് സാഹചര്യങ്ങളെ ശരിയായി മനസ്സിലാക്കരുത് എന്നതിന് അർത്ഥമില്ല. ഇപ്പൊ
പാമ്പ് വഴി കിടക്കുകയാണ്. അയ്യോ ആരെ ബധിക്കരുത് പറഞ്ഞിട്ടുണ്ട്, പാമ്പേ എന്ന് പറഞ്ഞു എന്നാൽ അത് കൊത്തും, അത് പാമ്പാണ്, അതിൻ്റെ അടുത്തൂടെ പോവരുത്. അത് വിവേകം, മനസ്സിലായോ? അല്ലാതെ പാമ്പിനെ വിധിച്ചാണോ, പാമ്പിന് വിഷമുണ്ടെന്ന് പറഞ്ഞ് വിധിച്ചാണോ? അത് അല്ല, അത് വിവേകം. ഈ ബാലൻസ് സൂക്ഷിച്ചോണം. കർത്താവ് പറയാണ്, ജഡ്ജ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഡിസൈൻമെന്റ് കാണിക്കാതിരിക്കരുത്. ചില കാര്യങ്ങൾ അപകടമാണ്, ചില സാഹചര്യങ്ങൾ അപകടമാണ്, ചില വ്യക്തികൾ അപകടമാണ്, ചില നിലപാടുകൾ അപകടമാണ്. അപ്പൊ അത് സൂക്ഷിക്കണം, അവരുടെ കൂടെ പോയി ചേരരുത്. ആ വിവേചനം ഉണ്ടാവണം, വിധിക്കരുത്. എങ്ങനെയാ ഇതൊക്കെ എങ്ങനെയാ കർത്താവെ പറ്റുന്നേ നമ്മൾ ചോദിക്കുകയാണ്. നിങ്ങൾ ചോദിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഉറങ്ങണമെന്നല്ലാതെ വേറെ വല്ല ചിന്തയുണ്ടോ? നിങ്ങൾ ഇതുവരെ ചോദിക്കുന്നുണ്ടോ? കർത്താവെ ഇതെങ്ങനെയാ കർത്താവെ പറ്റുന്നത്? നീ ഇപ്പൊ പറയുന്നു വിധിക്കരുത്, ഇച്ചിരി കഴിഞ്ഞ് പറയുന്നു പന്നികളുടെ മുമ്പിൽ മുത്തെടുത്ത് കൊടുക്കരുത്. ഇതൊക്കെ എങ്ങനെ പറ്റുന്നേ? കർത്താവ് പറയാണ് 7-ാം വാക്യം, ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും. ഉത്തരം കിട്ടിയോ? കണക്ഷൻ കിട്ടിയോ? അതായത് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ശിഷ്യന്മാരുടെ മനസ്സിൽ ചോദ്യം വരികയാണ്, ദൈവമേ ഇത് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഇത് ഞങ്ങൾക്ക് പറ്റുമോ? കർത്താവ് പറയാണ്, ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്നവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ചോദിക്കുന്നത് അരി ചോദിക്കാനല്ല, പാല് ചോദിക്കാനല്ല, മുട്ട ചോദിക്കാനല്ല, മീൻ ചോദിക്കാനല്ല, കടം മാറാൻ ചോദിക്കാനല്ല. അതൊക്കെ ചോദിച്ചോ, തെറ്റില്ല. പക്ഷേ ഇപ്പോൾ ഈശോ പറയുന്നത് സുവിശേഷ ഭാഗ്യങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ ഉപസംഹാരത്തിലേക്ക് ഈശോ വരികയാണ്. ആ പ്രസംഗം ഈശോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. പ്രസംഗം അവസാനിപ്പിക്കുന്ന സമയത്ത് ഈശോ പറയാണ്, ഈ പറഞ്ഞതെല്ലാം എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ആകുലപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാ മതി. പിതാവേ, എനിക്കിത് ജീവിക്കണം, എന്നെ സഹായിക്കണം. ചോദിച്ചാൽ കിട്ടും, അന്വേഷിച്ചാൽ കണ്ടെത്തും, മുട്ടിയാൽ തുറക്കപ്പെടും. ചോദിക്കുന്നവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുന്നു. എന്നിട്ട് കർത്താവ് പറയാണ്, മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? മകൻ വന്നിട്ട് പറയാണ്, അപ്പാ അമ്മേ ദോശ തരുവോ എന്ന് ചോദിക്കുമ്പോ, എന്നാ ഒരു പാറക്കല്ല് തിന്നോ, കൊടുക്കുവോ? സുഖമില്ലാത്ത വല്ല അമ്മമാരും കൊടുത്തേക്ക, അല്ലെങ്കിൽ നോർമലായിട്ടുള്ള നിങ്ങളെപ്പോലുള്ള നോർമലായിട്ടുള്ള ആളുകൾ അങ്ങനെ കൊടുക്കുവോ? ഇല്ല. അമ്മ വന്നിട്ട് ചോദിക്കാണ്, അമ്മ ഒരു ചപ്പാത്തി തരുമോ? അമ്മ ചോദിക്കുമ്പോ, എന്നാ പിടിച്ചോടാ നീ ഒലക്ക തിന്നോ, കൊടുക്കുവോ? ഇല്ല, കൊടുക്കില്ല. കർത്താവ് പറയാണ്, മക്കളെ അപ്പം ചോദിച്ചാൽ ആരെങ്കിലും പാമ്പിനെ കൊടുക്കുമോ, കല്ല് കൊടുക്കുമോ? മീൻ ചോദിക്കാണ്, അമ്മ ഒരു മീൻ വറുത്തുകൂടെ തരുവോ എന്ന് ചോദിക്കുമ്പോ, ഒരു പാമ്പ് എന്നാ നീ അണലി തിന്നോ, കൊടുക്കുവോ? കൊടുക്കില്ല. അപ്പൊ മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ, നമ്മളെങ്ങനെ കർത്താവ് വിളിക്കുന്നേ? ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ. എന്തോ ഒരു നല്ല അപ്രീസിയേഷൻ അല്ലേ? നമ്മളെ കുറിച്ച് കറക്റ്റ് ആയിട്ട് കർത്താവിന് മനസ്സിലായി. മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മ നൽകും. എന്താണ് ഈ നന്മയെന്നറിയാമോ? നേരത്തെ പറഞ്ഞ ജീവിതക്രമം, സുവിശേഷ ഭാഗ്യങ്ങൾ ജീവിച്ചത്, നമുക്ക് ജീവിക്കാനായി കർത്താവ് തന്ന സുവിശേഷ ഭാഗ്യങ്ങൾ, സുവിശേഷ മൂല്യങ്ങൾ, അത് നമ്മൾ ജീവിച്ചാൽ, അത് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കർത്താവ് പറയാണ്, നമ്മൾ എന്നാ ചെയ്യണ്ടേ? ഞാനും നിങ്ങളും, കർത്താവേ ഇത് ഞങ്ങൾക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഇപ്പൊ ഞങ്ങളെല്ലാം പഠിക്കുന്നതനുസരിച്ച് ഭാരം കൂടി വരികയാണ്, ഞങ്ങൾക്ക് ഇതെല്ലാം ജീവിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, ഞങ്ങളെ നീ സഹായിക്കണം. എന്നിട്ട് അവസാനം അതിന്റെ ഗോൾഡൻ റൂൾ, സുവർണ നിയമം എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അടുത്ത വാക്യം, 12-ാമത്തെ വാക്യം, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. പല ആളുകൾ ഒരു വിമർശനം പറയാറുണ്ട്, ഇത് ഈശോ പുതുതായിട്ട് ഉണ്ടാക്കി പറഞ്ഞൊന്നുമല്ല. പ്ലേറ്റോ ഇത് പറഞ്ഞിട്ടുണ്ട്, അരിസ്റ്റോട്ടിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, സോക്രട്ടീസ് ശരിയാ പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് കറക്റ്റാണ്, അവരുടെ വിമർശനം സത്യമാണ്. പക്ഷെ സത്യമല്ല. അവരുടെ വിമർശനത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്തെന്നറിയാമോ? അവരെല്ലാം പറഞ്ഞെങ്ങനെന്നറിയാമോ? മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊന്നും അവരോടും നിങ്ങൾ ചെയ്യരുത്. അവർ പറഞ്ഞങ്ങനാണ്. ലോകത്ത് അനേക ആളുകൾ ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈശോ പറയുന്നതിന് മുമ്പേ. അവരെല്ലാം പറഞ്ഞെങ്ങനെന്നറിയാം? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അവർ പറഞ്ഞത്, മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ, എന്നെ ആരും അടിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ നിങ്ങളെ അടിക്കുന്നില്ല. എന്റെ പൈസ നിങ്ങൾ എടുത്തോണ്ട് പോരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്, ഞാൻ നിങ്ങളുടെ പൈസ എടുക്കുന്നില്ല.
എന്നെ നിങ്ങൾ കുറ്റം പറയരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ നിങ്ങളുടെ കുറ്റം പറയുന്നില്ല. ഈശോ എന്താ പറഞ്ഞെന്നറിയാം? മറ്റുള്ളവർ നിങ്ങളോട് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്യുവൻ. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് പറഞ്ഞ വ്യത്യാസം എന്താണെന്നറിയാമോ? നമ്മളോട് പിണങ്ങിയിരിക്കുന്ന ഒരാള് നമ്മളോട് ഇങ്ങോട്ട് വന്ന് മിണ്ടണം. അപ്പൊ നമ്മൾ എന്നാ ചെയ്യണ്ടേ? നമ്മളോട് പിണങ്ങിയിരിക്കുന്ന ആളോട് നമ്മൾ അങ്ങോട്ട് ചെന്ന് മിണ്ടണം. അങ്ങനെ വേണ്ടിയാ ഇങ്ങോട്ട് മിണ്ടണം. മറ്റേത് ചെയ്യരുതെന്നാണ്. ഇതെന്താ? ഇതാണ് പുതിയ നിയമം. ചെയ്യണം. മറ്റുള്ളവർ നിന്നോട്, അതായത് നമ്മുടെ ആപത്തിൽ മറ്റുള്ളവർ നമ്മളെ സഹായിക്കണം. അതിന് നമ്മൾ എന്നെ ചെയ്യണം? മറ്റുള്ളവർക്ക് ആപത്ത് വരുമ്പോൾ അവരെ സഹായിക്കണം. വ്യത്യാസം മനസ്സിലായോ? ഉറക്കം തൂങ്ങികളെ വ്യത്യാസം മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായെന്ന് മനസ്സിലായില്ല. അപ്പോൾ മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. എന്നിട്ട് ഈശോ പറയുകയാണ് 13-ാമത്തെ വാക്യം, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കണം. ഇത് എല്ലാവർക്കും പോകാൻ പറ്റുന്ന വഴിയല്ല. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതൊരു ഇടുങ്ങിയ വഴിയാണ്. നാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്. അതിലേക്ക് കടന്നു പോകുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന, ഞാൻ ഈ പറഞ്ഞു തന്ന ജീവിതക്രമം അനുസരിച്ച് ജീവിക്കുന്ന ആ വാതിൽ ഇടുങ്ങിയതാണ്, വഴി വീതി കുറഞ്ഞതാണ്. അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. പെട്ടെന്ന് പോവാം. അടുത്തത്, ഇതെല്ലാം ഈശോ പറയുമ്പോ കർത്താവ് പറയാണ്, ഞാൻ ഈ പറഞ്ഞതെല്ലാം തെറ്റിച്ചു പഠിപ്പിക്കുന്ന വ്യാജപ്രവാചകന്മാർ നിങ്ങളുടെ ഇടയിൽ വരും. ആടുകളുടെ വേഷത്തിൽ അവർ വരും. ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആടുകളുടെ വേഷത്തിലാണ് ഈ വരുന്നത്. അതായത് കണ്ടാൽ അവര് കുഞ്ഞാടുകളാണ്. അയ്യോ നല്ല ആടാണ്. ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജപ്രവാചകന്മാർ. എന്നിട്ട് കർത്താവ് പറയാണ്, ഉള്ളിൽ അവർ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാണ്. വേഷം മാത്രമേ ഉള്ളൂ, ഉള്ളിൽ അവർ ചെന്നായ്ക്കളാണ്. അവരെങ്ങനെ മനസ്സിലാക്കാം? ഫലങ്ങളിൽ നിന്ന്. ഇത് ശ്രദ്ധിച്ചോണം, വളരെ തന്ത്രപ്രധാനമായ ടീച്ചിങ് ആണത്. ഫലങ്ങളിൽ നിന്നാണ് ഇവരെ മനസ്സിലാക്കേണ്ടത്, പ്രബോധനത്തിൽ നിന്നല്ല. കേട്ടോണം. ടെലിവിഷനിൽ നിങ്ങൾ ഒരാള് പ്രസംഗിക്കുന്ന കേൾക്കുകയാണ്, ഗംഭീര പ്രസംഗം. അത് കേട്ടിട്ട് എന്നാ പിന്നെ നാളെ മുതൽ അങ്ങോട്ട് പൊക്കൊള്ളാം എന്ന് വിചാരിക്കരുത്. അതായത് ഒരു പറയുന്ന കാര്യമല്ല ശ്രദ്ധിക്കേണ്ടത്, അവർ ജീവിക്കുന്നത് എങ്ങനെയാണ് അത് അടുത്തറിയുക. അവരീ പറഞ്ഞത് ജീവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. കർത്താവ് പറയാണ്, ഫലങ്ങളിൽ നിന്നേ അവരെ പരീക്ഷിച്ചറിയാവൂ എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുന്നത് വരങ്ങളിൽ നിന്നല്ല, ഫലങ്ങളിൽ നിന്ന്. താഴോട്ട് വരുമ്പോ വരുന്നുണ്ടത്. വരങ്ങളിൽ നിന്നല്ല പ്രവാചകന്മാരെ തിരിച്ചറിയേണ്ടത്, ഫലങ്ങളിൽ നിന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് വരങ്ങളിൽ നിന്നല്ല. വരം പ്രവർത്തിച്ചത് കൊണ്ട് ഒരാൾ വിശുദ്ധനാവണമെന്നില്ല. വ്യക്തമായിട്ട് മനസ്സിലാക്കണം. വരമുള്ളത് കൊണ്ട് ഒരാൾ സ്പിരിച്വൽ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. വീണ്ടും ഞാൻ പറയുന്നു, വരമുള്ളത് കൊണ്ട് ഒരാൾ ആത്മീയനാവണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു നിർബന്ധമില്ല. പിന്നെ എപ്പോഴൊരു സമയമുള്ളപ്പോ പറഞ്ഞുതരാം. രണ്ടും രണ്ടാണ്. വരം വരുന്നത് വിശ്വാസത്തിൽ നിന്നാണ്, ഫലം വരുന്നത് സമർപ്പണത്തിൽ നിന്നാണ്. അതുകൊണ്ട് വരമുള്ളത് കൊണ്ട് ഫലം ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. വരത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയരുത്, ഫലത്തിൽ നിന്ന്. കഥ പറയാണ്, സൂക്ഷിച്ചോണം, ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജപ്രവാചകന്മാരെ സൂക്ഷിച്ചോണം. ഉള്ളിൽ അവർ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാണ്. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. എന്നിട്ട് അടുത്തത്, ഇത് വലിയ മർമ്മപ്രധാനമായ ടീച്ചിങ്. കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവരല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഹല്ലേലൂയ വിളിക്കുന്നവരല്ല, തിരുവചനം അനുസരിക്കുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. കരിസ്മാറ്റിക് ധ്യാനം 500 കൂടിയവരല്ല, വചനം ജീവിക്കുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചു. പ്രവചനം വരമാണതേ, വരം. നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു. കറക്റ്റായിട്ട് ഷാർപ്പായിട്ട് പ്രവചിച്ചു. നിന്റെ നാമത്തിൽ ഞങ്ങൾ പിശാചുക്കളെ പുറത്താക്കി. നിന്റെ നാമത്തിൽ പിശാചുക്കളോട് ഞങ്ങൾ കൽപ്പിച്ചു, പിശാച് പുറത്തുപോയി. അതാണ് ഡെലിവറൻസിന്റെ വരം. മറ്റേത് പ്രവചന വരം.
ഞങ്ങൾ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അത്ഭുത പ്രവർത്തന വരം. ഇതെല്ലാം വരവുള്ള ആളുകളാണ്, ഗിഫ്റ്റഡ് ആയ ആളുകളാണ്. ഗിഫ്റ്റഡ് പ്രീച്ചേഴ്സ്, ഗിഫ്റ്റഡ് മിനിസ്റ്റേഴ്സ്. കർത്താവിന്റെ അടുത്ത് എന്നിട്ട് പറയും, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചു. 2015 പ്രളയം ഉണ്ടാവും, 2021 പ്രളയം ഉണ്ടാവും. ഞങ്ങൾ കറക്റ്റായിട്ട് പ്രവചിച്ചു. ഞങ്ങൾ നിന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിച്ചു, ഡെലിവറൻസ് ചെയ്തു. ഞങ്ങൾ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. വരം. കർത്താവ് പറയാണ്, വരമുണ്ടായിട്ട് ഫലങ്ങളില്ലാത്തവരോട് കർത്താവ് പറയാണ്, അനീതി പ്രവർത്തിക്കുന്നവര്, സ്വഭാവ ദൂഷ്യമുള്ളവര്, സ്വഭാവം ശരിയല്ലാത്തവര്, പണത്തോട് ആർത്തിയുള്ളവര്, കപടഭക്തിക്കാര്, ഒന്ന് പറയുകയും മറ്റൊന്ന് ജീവിക്കുകയും ചെയ്യുന്നവര്, നിങ്ങളോട് ഞാൻ പറയുന്നു, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അയ്യോ, അപ്പൊ വരവോ? വരം വേറെ പലയിടത്തുനിന്നും വരും, കർത്താവിൽ നിന്ന് തന്നെ വരണമെന്നൊന്നുമില്ല. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു, ഇത്രയും പറഞ്ഞുകൊണ്ട് പറയാം. കർത്താവിൽ നിന്ന് വന്ന വരമാണെന്ന് തന്നെ വെച്ചു. കർത്താവിൽ നിന്ന് ഒരിക്കൽ വരം കിട്ടി, എന്നിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ട് ഫലമില്ലാതായാൽ, വചനം ജീവിക്കാതിരുന്നാൽ, ഈ വരം കർത്താവിൽ നിന്നാണ് ആദ്യം വന്നത്. ഇങ്ങനൊരു വാക്കുണ്ട്, കേട്ടോണം, കൃപ മാറുക. അങ്ങൊരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചോണം. കൃപ മാറും എന്ന് പറഞ്ഞാൽ, ഇപ്പൊ വന്നുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിൽ നിന്നാണ്. പരിശുദ്ധാത്മാവിൽ നിന്നാണ് ഈ വരം വന്നത്. ആ വരം അനുസരിച്ച് ഇങ്ങനെ ജീവിച്ചു പോകുമ്പോഴാണ് പരിശുദ്ധാത്മാവിന് നിരക്കാത്ത വഴികളിലൂടെ നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോ ഇവിടുന്ന് ശകലം ഇങ്ങോട്ട് മാറും. ഇവിടെ ഇരിക്കുന്നത് അശുദ്ധാത്മാവാണ്. പിന്നെ ഈ വരത്തിന്റെ റൂട്ട് അശുദ്ധാത്മാവും. കൃപ മാറും, സോഴ്സ് മാറും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കർത്താവ് പറയാണ്, വരങ്ങൾ ഉണ്ടായിട്ടും നരകത്തിൽ പോവാം. വരങ്ങൾ ഉണ്ടായാലും നരകത്തിൽ പോവാം, അതിന് തടസ്സമൊന്നുമില്ല. പക്ഷെ ഫലങ്ങളുണ്ടെങ്കിൽ നിത്യത അവകാശമാക്കും. അതുകൊണ്ട് കർത്താവ് അവസാനം വളരെ കാർക്കശ്യത്തോടെ പറയുകയാണ്, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ അകന്നു പോകുവിൻ, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും, കർത്താവ് ഉപസംഹരിക്കുകയാണ്, എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യൻ. ഇവിടെ വളരെ ശ്രദ്ധിക്കണം, 24ാമത്തെ വാക്യം. എന്റെ വായിച്ചത്, എന്റെ ഈ വചനങ്ങൾ. ഏത് വചനം? 5-ാം അധ്യായം 1 മുതൽ നമ്മൾ ഈ പറഞ്ഞു വന്ന, ഇപ്പോൾ 7-ാം അധ്യായം അവസാനിക്കുന്ന ഭാഗം വരെയുള്ള ഈ വചനം. വേറെ എന്തെങ്കിലുമൊക്കെ അല്ലേ, എന്തെങ്കിലും 1-2 വചനം അവിടുന്ന് എടുത്തല്ല. എന്റെ ഈ വചനം, ഞാൻ ഈ പറഞ്ഞത്, ശത്രുക്കളോട് ക്ഷമിക്കുവിൻ, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, 1 മൈൽ ദൂരം പോകാൻ ആഗ്രഹിക്കുന്നവരോട് 2 മൈൽ ദൂരം ഇങ്ങനെ ഈശോ പറഞ്ഞ ഈ വചനം, എന്റെ ഈ വചനം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യം. മഴ പെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായി, കാറ്റൂതി, പ്രശ്നങ്ങൾ വന്നു, ആക്ഷേപങ്ങൾ വന്നു, പോരായ്മകള് പലരും പറഞ്ഞു, വലിയ പ്രശ്നങ്ങളുണ്ടായി, കോളിളക്കങ്ങളുണ്ടായി. അത് ഭവനത്തിന്റെ മേലാഞ്ഞടിച്ചു. അത് വീടില്ല. എന്താണ്? അത് അടിത്തറയിട്ടത് വികാരത്തിലല്ല, വചനത്തിലാണ്. മനസ്സിലാവുന്നുണ്ടോ ഇത്? അതായത് അങ്ങനെയുള്ള ജീവിതങ്ങൾ വീഴില്ല. എന്തോരം പ്രശ്നം വന്നാലും വീഴില്ല. വീഴാത്ത എന്തെന്നറിയാമോ? അവർ അടിത്തറയിട്ടത് വികാരത്തള്ളലിലല്ല, വചനത്തിന്റെ ശക്തിയിലാണ്, വചനത്തിലാണ്. അതുകൊണ്ട് വചനത്തിലാണ് നമ്മൾ അടിത്തറയിടേണ്ടത്. അല്ലാതെ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോ കുറച്ച് കരഞ്ഞു, കുറച്ച് നിലവിളിച്ചു, കുറച്ച് ഏതാണ്ട് കളറൊക്കെ കണ്ടു, അതുകൊണ്ട് നാളെ മുതൽ അങ്ങനൊന്നുമല്ല. മര്യാദക്കിരുന്ന് ബൈബിള് വായിച്ച് പഠിച്ചത് ജീവിക്ക്, അന്നേരം ഭക്തനാവും. അല്ലാതെ ഞാൻ 4 കളറിൽ പരിശുദ്ധാത്മാവ് വരുന്ന കണ്ട് നല്ല കാര്യം, നാളെ നീ 6 കളറിൽ കാണട്ടെ, എനിക്കതിനകത്ത് വിരോധമില്ല. പക്ഷെ മര്യാദയ്ക്ക് ബൈബിള് വായിച്ച് അത് ജീവിക്കുമ്പോഴേ നമ്മൾ ആത്മീയരാവൂ. കളറ് കണ്ടുകൊണ്ടൊന്നും ആവില്ല കേട്ടോ. അപ്പോ കർത്താവ് പറയാണ്, എന്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത. മണൽ എന്താണ്? വികാരം. ഞാനും കൂടി ഭയങ്കര പ്രാർത്ഥന, ഭയങ്കര അഭിഷേകം, ഭയങ്കര സ്തുതിപ്പ്, അതൊക്കെയാണ് മണല്. മനസ്സിലായോ? അകത്ത് പക്ഷെ വചനമില്ല. വചനമില്ലാതെ വീണ്ടും പഴയ മനുഷ്യൻ തന്നെയാണ്. ഹല്ലേലൂയ പറയുന്ന പഴയ മനുഷ്യൻ, സ്തുതിക്കുന്ന പഴയ മനുഷ്യൻ, മറ്റേത് മിണ്ടാതിരിക്കുന്ന പഴയ മനുഷ്യൻ, ഇതിപ്പോ സ്തുതിക്കുന്ന പഴയ മനുഷ്യൻ. അത്രേ ഉള്ളൂ.
വചനമകത്ത് കയറിയിട്ടില്ല, മാറ്റം വന്നിട്ടില്ല, ദ്രവ്യാഗ്രഹത്തിന് മാറ്റം വന്നിട്ടില്ല, ജഡികാസക്തിക്ക് മാറ്റം വന്നിട്ടില്ല, തൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന ആ ജീവിതത്തിന് മാറ്റം വന്നിട്ടില്ല, ആ കാർക്കശ്യത്തിന് മാറ്റം വന്നിട്ടില്ല, ആ ക്ഷമിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ കർത്താവ് പറയാണ്, അത് മണൽപ്പുറത്ത് വീട് പണിത ഭോഷന് തുല്യം. മഴ പെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായി, കാറ്റൂതി, അത് വീടിന്റെ മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി. അതിന്റെ വീഴ്ച വലുതായിരുന്നു, ആ വീഴ്ച വലുതായിരുന്നു. യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവന്റെ പ്രബോധനത്തെ പറ്റി വിസ്മയിച്ചു. അവരുടെ നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. 7-ാം അധ്യായം തീർന്നു. ശുഭം.